guys, what's up? ഇന്നത്തെ വീഡിയോയിൽ മിയോസിസ് 2ൻ്റെ ഡിസ്കഷനാണല്ലേ. മിയോസിസ് 2ൻ്റെ ഡിസ്കഷനുണ്ട്. നമ്മൾ സിഗ്നിഫിക്കൻസും പറയും, ഏതിൻ്റെയൊക്കെ മൈറ്റോസിൻ്റെയും മിയോസിൻ്റെയും സിഗ്നിഫിക്കൻസും ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. മിയോസിസ് 2 പിന്നെ സബ് ഡിവൈഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2 ആൻഡ് ടെലോഫേസ് 2 അല്ലേ. അപ്പോൾ ഇത് നമ്മൾ മിയോസിസ് 1ൻ്റെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇത് മിയോസിസ് 2 നമ്മൾ മൈറ്റോസിസിൽ പഠിച്ചില്ലേ, ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എവിടെയും കാണാൻ പോകുന്നത്, മിയോസിസ് 2ൽ കാണാൻ പോകുന്നത്. അത് നോക്കാം. പ്രോഫേസ് 2 നോക്കാം. പ്രോഫേസ് 2ൽ എന്താ സംഭവിക്കുന്നത്? മൈറ്റോസിലെ കാര്യങ്ങൾ തന്നെയല്ലേ ഇവിടെ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ്? ന്യൂക്ലിയർ മെമ്പറൈൻ ഡിസപ്പിയർ ആയി പോകും. ന്യൂക്ലിയർ മെമ്പറൈനൊക്കെ പോകും. ഇവിടെ ക്രോമസോം അഗെയിൻ ബിക്കം കമ്പാക്ട്. ക്രോമസോംസ് കമ്പാക്റ്റായിട്ട് മാറും. നമ്മൾ നേരത്തെ കണ്ട കാര്യം, അതുകൊണ്ട് തന്നെ സ്പീഡിൽ പറഞ്ഞു പോകാം അല്ലേ. മിയോസിസ് 2. മെറ്റാഫേസ് 2ൽ എന്താ സംഭവിക്കുന്നത്? മെറ്റാഫേസ് എന്ന് കേട്ടാൽ അപ്പോഴേ നമ്മൾ ഓർക്കേണ്ട ഏതാ? ഇക്വേറ്ററിലുള്ള അലൈൻമെൻറ്റ് അല്ലേ. ഇക്വേറ്ററിൽ വന്നിട്ട് ഈ ക്രോമസോംസ് എല്ലാം കൂടെ വന്നിട്ട് നിൽക്കും. ഇത്രയും കാര്യങ്ങൾ തന്നെ എല്ലാം ഇക്വേറ്റർ. എന്നിട്ട് പിന്നെ സ്പിന്നിൽ അറ്റാച്ച് ചെയ്യും. ഇവിടെ സ്പിന്നിൽ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ സ്പിന്നിൽ അറ്റാച്ച് ചെയ്യുന്നത് കാറ്റക്കോലാണ്. അറിയാം, കാറ്റക്കോലാണ് അറ്റാച്ച് ചെയ്യുന്നത്, അത് നമുക്കറിയാവുന്ന കാര്യം. ഇവിടെ കാറ്റക്കോൾ സിസ്റ്റർ ക്രോമാറ്റിഡ്സ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേരെ കുഴപ്പിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്. സിസ്റ്റർ ക്രോമാറ്റിഡിലാണ്. മെറ്റാഫേസ് 2ൽ എന്ത് അറ്റാച്ച് ചെയ്യുന്നത്? സ്പിന്നിൽ അറ്റാച്ച് ചെയ്യുന്നത് കാറ്റക്കോറോ സിസ്റ്റർ ക്രോമാറ്റിഡിലാണ്. പക്ഷേ നമ്മൾ മെറ്റാഫേസ് 1ൽ എന്തിനാണ് കണ്ടത്? മെറ്റാഫേസ് 1ൽ എന്തുമായിരുന്നു? മെറ്റാഫേസ് 1ൽ നമ്മൾ കണ്ട കാറ്റക്കോർ ഓഫ് ഹോമോലോഗസ് ക്രോമസോമിലായിരുന്നു. ഏത് അറ്റാച്ച് ചെയ്ത്? ഈ സ്പിൻഡിൽ ഫൈബർ വന്നിട്ട് അറ്റാച്ച് ചെയ്ത് എവിടെയായിരുന്നു? ഹോമോലോഗസ് ക്രോമസോമിലായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെയല്ലേ രണ്ട് സ്ഥലത്തേക്ക് പോയപ്പോഴത്തേക്ക് ക്രോമസോം നമ്പർ റെഡ്യൂസ് ടു ഹാഫ് ആയത്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ നോർമൽ മൈറ്റോസിസ് ആണ്. സിസ്റ്റർ ക്രോമാറ്റിൻ്റെ കാറ്റക്കോറിലാണ്. മെറ്റാഫേസ് 2ൽ ആര് അറ്റാച്ച് ചെയ്യുന്നത്? സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത ഏതാണ്? ഇനി അടുത്ത അനാഫേസ് 2. അനാഫേസ് 2ലാണ് സെൻട്രോമിയറിൻ്റെ സ്പ്ലിറ്റിങ് നടക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാൻ അനാഫേസ് 1ലാണോ അനാഫേസ് 2ലാണോ സെൻട്രോമിയറിൻ്റെ സ്പ്ലിറ്റിങ് നടക്കുന്നതൊക്കെ ചോദിക്കാം. അപ്പോൾ എവിടെയാണ് സെൻട്രോമിയറിൻ്റെ സ്പ്ലിറ്റിങ് നടക്കുന്നത്? അനാഫേസ് 2ലാണ്. കാര്യം എന്താ? ഇവിടെയാണ് സിസ്റ്റർ ക്രോമാറ്റിഡ്സിൽ വന്നിട്ട് എന്ത് അറ്റാച്ച് ചെയ്ത്? സ്പിൻഡിൽ ഫൈബർ അറ്റാച്ച് ചെയ്തല്ലേ. മറ്റടുത്ത് ഹോമോലോഗസ് ക്രോമസോമിലല്ലേ അറ്റാച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെ സെൻട്രോമിയറിൻ്റെ സ്പ്ലിറ്റിങ് നടക്കുന്നില്ല. ഇവിടെ മിയോസിസ് 2ലാണ് എന്ത് നടക്കുന്നത്? സെൻട്രോമിയറിൻ്റെ സ്പ്ലിറ്റിങ് നടക്കുന്ന കാര്യം. സ്പിൻഡിൽ വന്നിട്ട് സിസ്റ്റർ ക്രോമാറ്റിൽ അറ്റാച്ച് ചെയ്യുന്നത് എവിടെയാണ്? മിയോസിസ് 2ലാണ് നമ്മളത് കാണുന്നത്, നോർമൽ മൈറ്റോസിസ്. എന്നിട്ട് സ്പ്ലിറ്റിങ് ഓഫ് സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടുപേരും കൂടെ രണ്ട് വശത്തേക്ക് പോകും. പിണങ്ങി അടിച്ച് പിരിച്ചാച്ച്. ഇനി അടുത്ത ടെലോഫേസ് 2 വന്നിട്ട് പ്രോഫേസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് എന്തോ ന്യൂക്ലിയർ മെമ്പറൈൻ പോയ ന്യൂക്ലിയർ മെമ്പറൈനൊക്കെ തിരിച്ചു വരും, അത്രേ ഉള്ളൂ. ഈ മൈറ്റോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ് പറയുന്നത് ഗ്രോത്ത് ഓഫ് മൾട്ടിസെല്ലർ ഓർഗാനിസംസ്. ഈ മൾട്ടിസെല്ലർ ഓർഗാനിസംസിലൊക്കെ എന്താ ഗ്രോത്ത് നടക്കുന്ന എന്ത് വഴിയാണ്? മൈറ്റോസിസ് എന്ന ഫിനോമിനൻ വഴിയാണ് ഗ്രോത്ത് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു സെല്ല് ഗ്രോ ചെയ്യുമല്ലേ, സെല്ല് ഗ്രോ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ന്യൂക്ലിയസ് സൈറ്റോപ്ലാസം തമ്മിലുള്ള റേഷ്യോസ് ഡിസ്റ്റർബ് ആവും. ആ ഒരു ന്യൂക്ലിയർ സൈറ്റോപ്ലാസ്മിക് റേഷ്യോ ഒക്കെ പിന്നെ റീസ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സാണ് ഏത്? മൈറ്റോസിസ്. അതുപോലെ തന്നെ സെല്ലിനൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പോൾ സെല്ലിപ്പോൾ നമ്മൾ വീണ് മുറിഞ്ഞ് അങ്ങനെയൊക്കെ വന്നിട്ടൊക്കെ സെല്ലൊക്കെ കുറച്ചൊക്കെ നഷ്ടപ്പെടും. അല്ലാതെ പല രീതിയിൽ സെല്ലൊക്കെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ. ആ ഒരു സെല്ലൊക്കെ പിന്നെ റിപ്പയർ ചെയ്ത് വരുന്നത് മൈറ്റോസിസ് എന്ന ഫിനോമിനയുടെ റിസൾട്ടായിട്ടാണ്. പിന്നെ മൈറ്റോട്ടിക് ഡിവിഷൻസ് ഇൻ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ റിസൾട്ട് ഇൻ കണ്ടിന്യൂസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ത്രൂ ഔട്ട് ലൈഫ്. ഇപ്പോൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ പ്ലാന്റിൽ, ഇപ്പം ആപ്പിക്കൽ മെരിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെ അതൊക്കെ നമ്മൾ പ്ലാന്റ്സ് നോക്കുമ്പോൾ അതിൻ്റെ അതൊരു കണ്ടിന്യൂസ് ഗ്രോത്ത് ആണല്ലേ കാണിക്കുന്നത്. നമ്മളൊക്കെ എന്ന് വെച്ചപ്പോൾ ഹ്യൂമൻ ബീങ്സൊക്കെ അല്ലെങ്കിൽ ആനിമൽസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് വരെ ഗ്രോ ചെയ്യും. അത് കഴിഞ്ഞാൽ അധികം ഗ്രോത്ത് കാണിക്കില്ല. ചെറിയ രീതിയിലൊക്കെ ഗ്രോത്ത് ഉണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ കാര്യം പൊക്കം നോക്കുകയാണെങ്കിലും എന്താ ഒരു പർട്ടിക്കുലർ ഏജ് വരെ അല്ലേ പൊക്കവും വയ്ക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പൊക്കമൊന്നും വയ്ക്കത്തില്ലല്ലോ. അങ്ങനെ പർട്ടിക്കുലർ ഏജ് വരെ ആനിമൽസിൻ്റെ കേസ് ഓക്കെ അങ്ങനെ ഉണ്ടായിരുന്നുള്ളല്ലേ. പക്ഷേ പ്ലാന്റ്സിൽ അങ്ങനെയാണോ? പ്ലാന്റ്സിൽ അങ്ങനെയല്ല. പ്ലാന്റ്സിലൊരു കണ്ടിന്യൂസ് ഗ്രോത്താണ് കാണാൻ സാധിക്കുന്നത്. ത്രൂ ഔട്ട് ലൈഫിലൊരു കണ്ടിന്യൂസ് ഗ്രോത്താണ് കാണാൻ സാധിക്കുന്നത്. അതിനുള്ള റീസൺ ഏതാണ്? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിലെ ഈ മൈറ്റോട്ടിക് ഡിവിഷനാണ് ഈ ഒരു കണ്ടിന്യൂസ് ഗ്രോത്തിനുള്ള റീസൺ എന്ന് പറയുന്നത്. മിയോസിസിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതാണ് എന്താ? ക്രോമസോം നമ്പറിൻ്റെ കൺസർവേഷന് പ്രധാന പങ്ക് വഹിക്കുന്ന ഫിനോമിന ഏതാണെന്ന് വെച്ചാൽ ഏതാണെന്ന് പറയാം? മിയോസിസ് എന്ന് പറയാം അല്ലേ. ഇപ്പം മൈറ്റോസിസ് ആണ് ഈ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലൊക്കെ നടന്നതെന്ന് വെച്ചാൽ ഒരവസ്ഥയൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
ഇപ്പോൾ ഒരു ആനിമലാണ്. ആ ആനിമലിന് ഇപ്പം പണ്ടേ BC-യിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആനിമലാണ് കേട്ടോ. അതിനകത്ത് 2 ക്രോമസോമേ ഉള്ളതെന്ന് വെച്ചു. 2 ക്രോമസോം മാത്രമുള്ള ഒരു ആനിമൽ. ഓക്കെ, ആ ആനിമൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തി മെറ്റലിലും 2 ക്രോമസോം, ഇപ്പോൾ പാറ്റേണൽ ക്രോമസോം 2. ഓക്കെ, 2 ക്രോമസോം. അപ്പോൾ കുട്ടിക്ക് എത്രയായി? അവിടെ ക്രോമസോം നമ്പറിന് ഹാഫ് ആവുന്നില്ലല്ലോ. അപ്പോൾ കുട്ടി മൈറ്റോസിസ് വഴി നടക്കുന്നെങ്കിൽ കുട്ടിക്ക് എത്ര ക്രോമസോമായി? 4 ക്രോമസോം. അയ്യോ, അപ്പോൾ പുതിയൊരു ഓർഗാനിസംസായി മാറിയേനല്ലേ, പുതിയൊരു ഓർഗാനിസമായിട്ട് മാറിയേനെ. അപ്പോൾ നമ്മളിപ്പം 2020 2020 ആകുമ്പോഴേ നമ്മുടെ ക്രോമസോം നമ്പറൊക്കെ നോക്കുമ്പോൾ കോടാനുകോടി ക്രോമസോംസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ നടന്നോ? ഇല്ല. അതിന് മീനിങ് എന്താ? മൈറ്റോസിസ് അല്ല, ഇവിടെ മിയോസിസ് ആണ് നടക്കുന്നത്. മിയോസിസ് ഹാഫ് നമ്പർ ആവുന്നുണ്ടല്ലേ, ക്രോമസോം നമ്പർ ഹാഫ് ആവുന്നുണ്ട്. അതെന്തിനാണ്? റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രോമസോം നമ്പർ പക്ക അടുത്ത ജനറേഷനിലും സെയിം ഈ ക്രോമസോം നമ്പർ തന്നെ സെയിം ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? മിയോസിസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ ക്രോമസോം നമ്പറിൻ്റെ കൺസർവേഷനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ആര്? മിയോസിസ് എന്ന ഫിനോമിനൻ. അതുപോലെ തന്നെ ഇൻക്രീസ് ജനറ്റിക് വേരിയബിലിറ്റി കൂട്ടുന്ന ഏതാണ്? മിയോസിസ് ആണല്ലേ. നമുക്കറിയാം ഈ മിയോസിസ് തന്നെ ഏതാണ്? പാക്കറ്റീൻ വരുവാണെങ്കിൽ മിയോസിസിൽ നമുക്ക് 2 കാണുള്ളൂ, മിയോസിസ് 1 മിയോസിസ് 2. അത് മിയോസിസ് 1 പ്രോഫേസ് 1 ഏത് വരുന്നുണ്ട്? നമുക്ക് പാക്കറ്റീൻ എന്നൊരു സ്റ്റേജ് വരുന്നുണ്ടല്ലേ. അവിടെ നമ്മൾ കണ്ടു റീകോമ്പിനേഷനൊക്കെ നടന്നാണ്ട്. റീകോമ്പിനേഷനോടുകൂടി വന്നു, റീകോമ്പിനേഷൻ എൻസൈം വന്നു, റീകോമ്പിനേഷൻ നടന്നു. അങ്ങനെ നമ്മൾ കുറേ കണ്ടു അല്ലേ, റീകോമ്പിനേഷൻ നടന്നേ കണ്ടു. അപ്പോൾ ഈ ഒരു റീകോമ്പിനേഷൻ, പാക്കറ്റിലുള്ള റീകോമ്പിനേഷനാണ് എന്തിന് സോഴ്സ് എന്ന് പറയുന്നത്? ഈ വേരിയബിലിറ്റിക്ക് സോഴ്സ്. അല്ലെങ്കിൽ എല്ലാവരെയും ക്ലോണിനെ പോലെ ഇരിക്കുക. നമ്മളിപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ഞാനും നിങ്ങളും എല്ലാം ഇപ്പോൾ വീഡിയോ കണ്ടുപിടിക്കുന്നത് നിങ്ങളെല്ലാം ഒരേപോലെയൊക്കെ ഇരുന്നത്, നിങ്ങൾ ഒരേ രീതിയിൽ ചിന്തിക്കുന്നതല്ല, നല്ല രസമല്ലേ, അങ്ങനെയൊക്കെ ആയിപ്പോയനെ. അപ്പോൾ ഈ വേരിയബിലിറ്റിയുടെ സോഴ്സാണ് ഏത്? മിയോസിസ് എന്ന് പറയുന്നത്. മിയോസിസ് തന്നെ ഏതാണ്? മിയോസിസ് 1 ആണ്. മിയോസിസ് 1 ഏതാണ്? പ്രോഫേസ് 1 ആണ്. പ്രോഫേസ് 1 ഏതാണ്? പാക്കറ്റീൻ എന്ന സ്റ്റേജാണ് അല്ലേ. ഈ വേരിയേഷനാണ് അതുപോലെ തന്നെ എവല്യൂഷൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേരിയേഷൻ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. അല്ലെങ്കിൽ വേരിയേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് പ്രോസസ്സ്. എന്തിന് ലീഡ് ചെയ്യുന്ന? എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ ലീഡ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോസസ്സാണ് വേരിയേഷൻ എന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വേരിയേഷൻ ഈസ് എ ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സ് ഓഫ് എവല്യൂഷൻ. എവല്യൂഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഏത്? വേരിയേഷൻ.